അല്ല ചേട്ടാ, നമ്മളെന്തേ ഷോപ്പിംഗ് മോള് രാത്രി? ആ അതൊക്കെ ഒരു സംഭവം. എന്ത് സംഭവം? നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല. എല്ലാരും ഇല്ലേ? അല്ല ചിന്നോടെ പോയി. ഇവിടെ ഉണ്ട്. ആ എന്നാ പോയാലോ? എടാ പറഞ്ഞിട്ട് പോ. എന്താ സംഭവം? നമ്മളേ അല്ലേ വേണ്ട പിന്നെ പറയാം. എടാ ചേക്കാ പറഞ്ഞേ, ഇല്ലാണ്ട് ഞാൻ വരില്ല. എടാ പൊട്ടാ, എന്റെ കല്യാണല്ലേ, അപ്പൊ ഡ്രസ് എടുക്കണ്ടേ? രാത്രിയാകുമ്പോ ഒരു രസല്ലേ, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാ. അല്ല ചേട്ടാ, ഡ്രസ് എടുക്കാനായി പെണ്ണാരാന്ന് പോലും നമുക്കറിയില്ലല്ലോ. അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ നടക്ക്. ആന്നേ നടക്ക്. ഒരു മിനിറ്റ്. എന്തേ? ആരാത്? ആര്? അല്ല, പെണ്ണാരാന്ന് മനസ്സിലായി പറഞ്ഞില്ലേ, ആരാന്ന്? പിന്നെ പറയാട്ടോ. എന്താ അർജുനെ, എന്നോട് പറ. നിന്നോട് പറഞ്ഞാ സർപ്രൈസ് പോവും. എന്തായാലും എനിക്കിഷ്ടമുള്ള ഒരാളാ, അത്ര അറിഞ്ഞാ മതി. എന്തൊരു കാഷ്ടം, ഞാൻ മിണ്ടൂല കേട്ടോ. ഈ കാര്യത്തിൽ നീ എന്നോട് തെറ്റിയാൽ എനിക്ക് വേണ്ടില്ല, ഞാൻ പറയൂല. പിന്നെ നീ എന്നോട് എപ്പോഴാ പറയത്? നിന്നോട് ഡ്രസ് എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാ മതിയോ? ഉറപ്പായിട്ടും പറയോ? പറയാം. അപ്പോഴത്തേക്കും നിനക്ക് ഏകദേശം മനസ്സിലാവും. എന്തായാലും ഞാൻ തന്നെ പറയാം. എന്നാ കുഴപ്പമില്ല. എന്നാ വാ നടക്ക്. നീ നടന്നോ. ചേട്ടാ ഇവിടുന്നാണ് എടുക്കുന്നേ? അതെ. ഫസ്റ്റ് ആർക്കാ? ഫസ്റ്റ് നമുക്ക് എനിക്കെടുക്കണോ അതോ പെണ്ണിനെടുക്കണോ? ചേട്ടൻ എടുക്കാം. എനിക്ക് ഫസ്റ്റ് എടുക്കണോ? ചേട്ടൻ എടുക്കാം ഫസ്റ്റ്. ആ ഓക്കെ. എടാ സജിനെ, ഒരു 4 സെലക്ട് ചെയ്തോ. അതൊക്കെ ഞാൻ ഏറ്റ്. നീ വാ. എടാ ഒന്ന് പുറത്തു വാടാ. തന്തടാ, എങ്ങനെയുണ്ട്? രസല്ലേ? അതന്നെ. ഇതെന്താണിത്? അല്ലടാ, റിസപ്ഷൻ ഇടാലോ. നിന്നോട് ഞാൻ ഇതിടാനാണോ പറഞ്ഞത്? അല്ല, ആ പോയിട്ടിട്ട് വാടാ. ഒരു മിനിറ്റ്. അല്ല ഇത് രസല്ല. ഇത് രസമൊക്കെ ഉണ്ട്, പക്ഷെ കല്യാണത്തിന് ഇടാൻ പറ്റുന്നില്ല. എന്തായാലും ഞാനിത് എടുക്കുവേ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അത് നീ എന്താന്ന് വെച്ചാ ചെയ്. അതൊന്ന് ഇട്ടിട്ട് വരുമോ? ഒരു മിനിറ്റ്. ഇതെങ്ങനെയുണ്ട്? ഇവനെ ഞാൻ എടാ ഇതെങ്ങനെയുണ്ടോടാ? നീ മറ്റേതിട്ടിട്ട് വരുന്നോ അതോ ഞാൻ? വേണ്ട വേണ്ട, ഞാൻ നീ പറഞ്ഞ ഡ്രസ് ഇടാ. പോ. ഇവനൊക്കെ കെട്ടുന്ന പെണ്ണിന്റെ ഗതി. എടാ ഇതൊക്കെ വേണോ? ഇതടിപൊളി. ഓടാ ഇത് വേണ്ട. ഞാനെന്ത് രാജാവോ? ഞാൻ എടുക്കൂല. എടാ റിസപ്ഷൻ ഇടാ. പോടാ അവിടുന്ന്. വേണ്ടത്. ശരി ഇത് വേണ്ട, കുറച്ച് ഓവറായിണ്ട്. ഞാൻ മറ്റേത് ഇട്ടിട്ട് വരാം. അല്ല ഒരു മിനിറ്റ്, അനു എങ്ങനെയുണ്ട്? ഓക്കെ. അനു നീ കുറച്ച് ഫ്രണ്ടിലേ നിന്നോ. അവന് ഡ്രസ് സെലക്ട് ചെയ്യണേ നമ്മളെല്ലാരും വേണം. അതാ ശരി. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് ഇത് ഫിക്സ്. അനുവോ ഒന്നും പറഞ്ഞില്ല. രസമുണ്ട്. അത്രേ ഉള്ളൂ. ഇതെടുത്തോ. ഉറപ്പല്ലേ? ഇതെടുത്തോ. എന്നാ ഇതെടുക്കാം. ഇനി അടുത്ത ഡ്രസ് ഇട്ട് വരാം. ഇനി റിസപ്ഷൻ വേണ്ട ചേട്ടാ? അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതന്നെ ഇട്ട് വന്നാ മതിയായിരുന്നു. തന്തടാ, എങ്ങനെയുണ്ട്? ഇത് ഫിക്സ് ആക്കട്ടെ? ആടാ ഇതെടുത്തോ, രസമുണ്ട്. ഓക്കേ, ഇനി നിന്റെ വൈഫിനെ നോക്കണ്ടേ? യെസ്. അല്ല ചേട്ടാ, സൈസ് ഒക്കെ? അതൊക്കെ സിമ്പിളാണ്. കണ്ടോ, ഞാൻ ഇതൊന്ന് മാറ്റിട്ട് വരാം. ആയിട്ടില്ലടോ, ഞാനൊരു കാര്യം പറയട്ടെ. അല്ലടാ അർജുനെ, നിനക്ക് പെണ്ണാരാന്നറിയെങ്കിൽ ഞങ്ങളോട് പറഞ്ഞെന്താ? അതിനെന്നല്ലേ നമ്മളിവിടെ നിക്കുന്നേ. ഞാൻ പറയട്ടെ ആരാ എന്റെ പെണ്ണ്? പറ. ആരായിരിക്കും? ശേ നിങ്ങൾ ആരും ഗസ് ചെയ്യണ്ട. എന്റെ ഹിറ്റ്ലർ ഇങ്ങോട്ട് വന്നേ. അതെന്താണ്? ഇങ്ങോട്ട് വാടോ ഹിറ്റ്ലറെ, നിന്നെ തന്നെ. പിന്നെ കല്യാണത്തിന് ഡ്രസ് എടുക്കണ്ടേ? എടാ പെണ്ണിന് ഡ്രസ് എടുക്കാൻ ഇവളെന്തിനാ? അത് ശരി, പെണ്ണവളല്ലേ? നീ തന്നെ. എന്തേ നിനക്ക് എന്നെ കെട്ടാൻ പറ്റൂലേ? അല്ല എന്തേലും ബുദ്ധിമുട്ടുണ്ടേ പറയണട്ടോ. അതല്ല, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ. സജിനെ ഒന്ന് മാറിയടാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെക്ക്. ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ. ഓക്കെ. വാ ചിന്നോ. നീ എന്തെങ്കിലും അന്തം വിട്ട് നിക്കുന്നേ? നീ സത്യം പറഞ്ഞതാ? കേട്ടിട്ട് നിനക്ക് എന്താ തോന്നിയേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീട്ടുകാരൊക്കെ സമ്മതിച്ചിട്ട് തന്നെയാണോ? ബെസ്റ്റ്, വീട്ടുകാരാണിത് തീരുമാനിച്ചത്. ഞാനിത് ഇന്നലെ അറിയുന്ന പോലും. നിനക്ക് എന്താ അനു പറ്റിയത്? അല്ല, നമ്മൾ
ശരിക്കും കല്യാണം കഴിക്കാൻ പോവാ? യെസ്. എന്റെ ഈശ്വരാ, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? അതൊന്നും നീ ഇപ്പൊ മൈൻഡ് ചെയ്യണ്ട. നീ എന്റെ കൂടെ വാ. നമുക്ക് എന്തായാലും ആ ദിവസം അടിച്ചു പൊളിക്കണം. ഒന്നും ഉഷാറാവിന്റെ അനുവോ. ശരി, ഇതാണല്ലേ നീ പറഞ്ഞ സർപ്രൈസ്? അതെ, സർപ്രൈസ് ആയില്ലേ? ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. അങ്ങനെയാണ് ചില കാര്യങ്ങൾ. വല്ലാതെ അങ്ങ് സർപ്രൈസ് ആക്കിക്കോളും. നീ വന്നേ, അവര് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. നടക്ക്. അർജുനേട്ടാ, കുറച്ച് നേരത്തെ പറയായിരുന്നത്. അതിന് ഞാൻ ഇന്നലെയാണ് മോളെ അറിയുന്നത്. അച്ഛന്റെ കൈയും കാലും പിടിച്ചിട്ടാ ഞാൻ ഇത് അറിഞ്ഞേ, അറിയോ? എടാ കള്ളാ, നീ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും സർപ്രൈസ് ആയില്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ സർപ്രൈസ് ആവൂലെന്നല്ലോ. മീര ഡ്രസ്സൊക്കെ നല്ലതാണല്ലോ അല്ലേ? ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാട്ടോ. ചേച്ചിന്റെ ഡ്രസ്സിന്റെ കാര്യം ഞാൻ ഏറ്റി. ഫുൾ സെറ്റ് ആണ്. ചേട്ടനിനി കണ്ടോ? നോക്കട്ടെ. ഇതെങ്ങനെയുണ്ട് ചേട്ടാ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല? ഇല്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് കുറച്ച് ഓവർ അല്ലേ? ഇത് കുറച്ച് ഓവറാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മീരേ, നീ എന്റെ ഡ്രസ്സ് കണ്ടില്ലേ? ഏകദേശം അതിന് മാച്ച് ആയിട്ടുള്ളത് എടുക്ക്. എന്നാ അടുത്ത കണ്ടോ? വാ ചേച്ചി. ഇതെങ്ങനെയുണ്ട്? എന്താ മീരേ, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇത് രസമില്ല? ഇല്ല, ഇത് ഭയങ്കര സിമ്പിൾ ആയിപ്പോയി. ചേടാ, എന്നാ മറ്റേ തന്നെ നോക്കാം. പക്ഷെ ഇത് ഞാൻ സെലക്ട് ചെയ്തല്ല കേട്ടോ, ചേച്ചി സെലക്ട് ചെയ്താണേ. ഇതോ? ഇനി കാണിക്കാൻ പോകുന്നത്. കാണിക്ക് നോക്കട്ടെ. ഇതോ ചേട്ടാ? എടാ, ഇത് അടിപൊളി. ശരിയാ മീരേ, നല്ല രസമുണ്ട്. ഇതാണ് ഞാൻ മനസ്സ് കണ്ട ഡ്രസ്. കറക്റ്റ് വൺ. ഇതന്നെ എടുത്തോടാ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്. ഇനി റിസപ്ഷൻ ഉള്ളത് കാണണ്ടേ? കാണിക്ക്. എങ്ങനെയുണ്ട്? പറയാൻ വാക്കുകളില്ല മോളെ, അടിപൊളി. അർജുന എങ്ങനെയുണ്ടടാ? നല്ല രസമുണ്ട്. ഇത് ഫിക്സ് ചെയ്യാലേ? ഇനി നിങ്ങൾക്കൊക്കെ എടുക്കണ്ടേ? പിന്നെ വേണ്ടേ? എന്നാ വേഗം എടുത്തോ, ടൈം കളയണ്ട. അപ്പൊ ഇത് വാങ്ങാലോ? അല്ല ചേട്ടാ, നമുക്കൊരു പരിപാടി ചെയ്താലോ? എന്ത് പരിപാടി? നമുക്ക് ഏകദേശം ഒരേ കളർ എടുത്താലോ? എല്ലാവർക്കും ഒരേ കളറോ? അപ്പൊ രസമുണ്ടാവില്ല. അല്ലേ നമുക്ക് ആൺകുട്ടികൾക്കൊക്കെ ഒരു കളറാക്കാം. അവര് വേറെ കളറാക്കി പോട്ടെ. അത് നല്ല ഐഡിയ. വയലറ്റ് അല്ലേ? അപ്പോ അതിന് മാച്ച് ആയിട്ട് ഏത് കളർ എടുക്കും? ഞാൻ സെലക്ട് ചെയ്തിട്ടെ. എന്നാ ചേച്ചി എടുത്താ. ഓക്കെ, എന്നാ വേഗം നോക്ക്, സമയമില്ല. എന്നാ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞങ്ങൾ ഇങ്ങോട്ട് പോവാം. ഓക്കെ. നല്ല രസമുണ്ടല്ലേ ചേച്ചി? ഇതിലും രസം പുറത്താ. എന്തൊരു ഭംഗിയാന്നറിയോ? നമുക്ക് വീട്ടിൽ തന്നെ ആക്കിയാ മതിയായിരുന്നു കല്യാണം. വെറുതെ ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്ത്. ശരിയാ, അത്ര ഭംഗി ഉണ്ടാവുന്ന വിചാരിച്ചില്ല. അല്ല ശ്രുതി, അച്ഛനമ്മയൊക്കെ വരില്ലേ? ഇല്ല ചേച്ചി, അവര് മറ്റന്നാളൊക്കെ ആവുമ്പത്തേക്ക് വരുള്ളൂ. ആണോ? ഇന്നലെ ഇവരൊക്കെ കൂടി എപ്പോഴാ എത്തിയതാവോ? 3 മണി ആയിട്ട് വരുമ്പോ. ഡ്രസ് എടുക്കാൻ പോയതല്ലേനോ? എടുത്ത ഡ്രസ് ഒന്നും കാണിച്ചിട്ടുമില്ല. ഇന്ന് കാണിച്ചേക്കും, അതിനൊന്നും നീ ചേരണ്ടേ? ആന്നേ. ഞാൻ എത്രയെന്ന് വെച്ചിട്ട് ഈ ഫോണിൽ ഇങ്ങനെ കളിക്കുക? ബോർ അടിച്ചിട്ട് വയ്യ. മീരനെടുത്ത് പോയാലോ? ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഇതന്നെയല്ലേ അവളെ വീട്? ആരുമില്ലേ? ആരാ മോനെ? അത് പിന്നെ അമ്മമ്മ ചിന്നുണ്ടോ? ഓ, ചിന്നുന്റെ ഫ്രണ്ടാണോ? അതെ. അകത്തേക്ക് വാ, ഞാൻ അവളെ വിളിക്കാം. അല്ല, കൊഴപ്പില്ല, അവള് വന്നിട്ട് വരാം. എന്നാ ഞാൻ അവളെ വിളിക്കേ. അവള് ഞാനാന്ന് പറഞ്ഞാ വരൂല. ചിന്നു, എന്താ അമ്മമ്മേ? മോൾ ആരോ കാണാൻ വന്നിട്ടുണ്ടല്ലോ. ആരാ? അറിയില്ല, ഏതൊരു ചെക്കനാ. സജിനേട്ടനായിരിക്കോ? ഇത്ര പെട്ടെന്ന് ഇവിടെയോ? പോയി നോക്കാം. ഞാൻ വരാം അമ്മമ്മേ. വേഗം വാ. നീ എന്താ ഇവിടെ? ഞാൻ ഈ വഴിക്ക് പോയപ്പോ നിന്നൊന്ന് കാണാലോന്ന് വിചാരിച്ചു കേറിയതാ. എന്നെന്തിനാ നീ കാണുന്നത്? അല്ല, എനിക്ക് കുറച്ച് നിന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോട് ആരും സംസാരിക്കണ്ട. ചിന്നു പ്ലീസ്, നീ അങ്ങനെ പറയരുത്. എനിക്ക് അത്രയും പ്രശ്നങ്ങളുള്ളോണ്ടാ ഞാൻ നിന്നോട്. എന്ത് പ്രശ്നം? അത് ഇങ്ങനെ പറയാൻ പറ്റൂല. എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണമായിരുന്നു. അകത്തേക്ക് കയറി വാ. താങ്ക്സ്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ. അത് പിന്നെ ചിന്നു, ഒന്ന് പറയോ? നിനക്ക് ബുദ്ധിമുട്ടായെങ്കിൽ കുഴപ്പമില്ല. ഇല്ല, പറ. അത് നിനക്കറിയാലോ, മമ്മിയും പപ്പയും പോയിട്ടിപ്പോ 10 വർഷമായി. ഞാനും മിഥുനും മാത്രമേ ഉള്ളൂ.
അവർ പോയതിനു ശേഷം കുറച്ച് സമാധാനം തരാനുള്ള ആളെന്ന് പറയുന്നത് എനിക്ക് നീയായിരുന്നു. എനിക്ക് നിന്നെ അത്രയ്ക്ക് ട്രസ്റ്റുള്ള ഒരാളായിരുന്നു. അതാ ഞാൻ ഒരു ഇമോഷണൽ വെയിറ്റ് വന്നപ്പോൾ നിന്റെ അടുത്തേക്ക് വരാൻ വിചാരിച്ചേ. കുഴപ്പമില്ല, പറഞ്ഞോ. ഞാനന്ന് സ്കൂൾ ടൈമിൽ പറഞ്ഞതൊന്നും നീ ഓർത്തിരിക്കുന്നില്ലല്ലോ അല്ലേ? അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റുമോ? ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. സത്യം പറഞ്ഞ ഒരു സീനിയർ ഒരു ജൂനിയറിനോട് അങ്ങനെ പറയാൻ പാടില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കുഴപ്പമില്ല. നീ ഇപ്പം എന്താ ചെയ്യുന്നേ? ഞാൻ ആക്ടറാണ്. 2-3 മൂവിയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, എന്താ പറയാനുള്ള വെച്ചാ പറഞ്ഞോ. അത് ചിന്നു, അത് പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അഭിനയിക്കുകയാണല്ലോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. എന്തു പറ്റി? ഒരു സമാധാനം ഇല്ലടോ. സത്യം പറഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നു. അതാണ് സത്യം. എന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു ദിവസം ആ കബോർഡൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ മമ്മീൻ്റെ പപ്പൻ്റെ ഒരു ഫോട്ടോ കിട്ടി. അപ്പം തുടങ്ങിയ പ്രശ്നമാണ്. എന്താണെന്നറിയില്ല, എന്തോ ഒരു വെയിറ്റ് പോലെ. നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലേ? അന്ന് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ എവിടെയാന്ന് പോലും ഇപ്പം അറിയില്ല. ഞാനാരെയും കാണലോ ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്കെന്താ പറയണ്ടതെന്നറിയില്ല. ഇങ്ങനെ നിന്നോട് സംസാരിക്കുമ്പോൾ കുറച്ച് സമാധാനം കിട്ടുന്ന പോലെ. അതാട്ടോ വന്നേ. അതൊന്നും കുഴപ്പമില്ല, നീ സംസാരിച്ചോ. എനിക്ക് ലൈഫൊക്കെ മടുത്തൊരു ഫീൽ ഉണ്ട്. എന്തിനൊക്കെയോ ഉള്ള ടെൻഡൻസി ഒക്കെ കൂടുന്നു. നീ എന്തിനു വേണ്ടാത്തൊക്കെ ആലോചിക്കുന്നേ? അപ്പം ഇതിനോ? അവനാലോചിച്ചിട്ടാണ്. വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട. ചിലപ്പോൾ ഇങ്ങനെ മനസ്സ് കൊണ്ട് നടക്കുന്നോണ്ടായിരിക്കാം. ആരോടും ഒന്നും പറയാതെ ഇങ്ങനെ. നീ എന്നോട് സംസാരിച്ചോ, അപ്പൊ പ്രശ്നം കഴിഞ്ഞില്ലേ? നമ്മൾ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? നമുക്ക് തന്നെ ഫ്രണ്ട്സ് ആയിക്കൂടെ പഴയതുപോലെ? നിനക്കതിന് എന്നെ ഫ്രണ്ടാക്കാൻ താല്പര്യമുണ്ടോ? ഫ്രണ്ടാക്കുന്നതിനെന്താ? നീ അതിനും വലിയ കുറ്റമൊന്നുമല്ലല്ലോ ചെയ്തേ. നീ ഒന്ന് എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തു, ഞാൻ റിജക്ട് ചെയ്തു, അത്രല്ലേ ഉള്ളൂ. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? പാസ്റ്റ് വെച്ച് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ. നിന്നെ ഇപ്പൊ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നീ നന്നായെന്നാണ്. അതുകൊണ്ട് ഫ്രണ്ട്സ് ആവാം. താങ്ക് യു ചിന്നു. കുടിക്കാൻ എന്തെടുക്കട്ടെ? നോ നോ നോ, ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലടോ, ഒന്ന് ചിരിക്കേ. ഞാൻ ആ പഴയ ചിരിയൊക്കെ ഒന്ന് കാണട്ടെ. നിനക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് ചേഞ്ചാ വന്നേ? അങ്ങനെയല്ല, കുറച്ചുകൂടി നന്നായിട്ടുണ്ടെന്ന്. താങ്ക് യു താങ്ക് യു. വേണമെങ്കിൽ സിനിമയിലേക്കൊക്കെ ഒരു ചാൻസ് ചോദിച്ചോ. അയ്യടാ മോനെ, അത്രയ്ക്കൊന്നും വേണ്ടേ. നിനക്കും നല്ല ചേഞ്ച് ഉണ്ട്. അത് പിന്നെ ഏജായി വരല്ലേ. അല്ല, എന്തൊക്കെയാണ്, സുഖാണോ മിഥുനൊക്കെ? ഓ, അവനിപ്പോ കോളേജിലാ. കോളേജിലോ? അതെ. നിന്റെ ബ്രദറിന്റെ ഫുൾ നെയിം ഒന്ന് പറയോ? മിഥുൻ മോഹൻ. സ്പോർട്സ് ഒക്കെ നല്ലോണം ചെയ്യുന്ന? ആ, സ്പോർട്സിലൊക്കെ അത്യാവശ്യമുണ്ട്. എന്തു പറ്റി? അല്ല, ഞാനിപ്പോ ഒരു കോളേജിലാണല്ലോ. അതിനെന്താ? അല്ല, അവൻ എന്റെ ക്ലാസ്മേറ്റ് ആണോന്ന് എനിക്കൊരു. ആണോ? കൊള്ളാലോ. അവൻ എങ്ങനെയാ കോളേജില്? കുഴപ്പമൊന്നുമില്ല, പിന്നെ വന്നിട്ടല്ലേ ഉള്ളൂ. എന്തൊരു കഷ്ട. എനിക്ക് കിട്ടിയില്ല. മിട്ടുമോളെ, എന്തുപറ്റി? സാരില്ല കേട്ടോ, വാ നമുക്ക് പോവാ. മിട്ടുമോളെ വന്നേ, ബിസ്ക്കറ്റ് എടുത്തു തരാം. ഇല്ല, നീ എന്ത് ചെയ്തേ? ഓ, അവളൊരു അനുചേച്ചി. മിട്ടുമോളെ, ഞാൻ വിളിച്ച നീ വരില്ല? നടക്ക്. അല്ല, ഞാനിപ്പോ എന്താ ചെയ്തോണ്ടിരുന്നേ? ആ